ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ആരംഭിക്കാൻ ആഭ്യന്തര വിജിലൻസ്. SP സിനി എഫ് ഡെന്നീസിനാണ് അന്വേഷണ ചുമതല. PSC ആഭ്യന്തര വിജിലൻസ് SP ആയി ഡെന്നീസ് ഇന്ന് ചുമതല ഏറ്റെടുക്കും. ന്യൂസ് മലയാളം ഇമ്പാക്ട് അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനിരു, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. വലിയ ക്രമക്കേടാണ് PSCയിലെ കാര്യത്തിൽ നടന്നത്. തട്ടിപ്പിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്ന കാര്യം, അതിലാണ് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഇനി നടപടികൾ മുന്നോട്ട്? സ്വാതി, PSC പരീക്ഷാ ക്രമക്കേടിൽ ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടതോടുകൂടിയാണ് ഇത് സംബന്ധിച്ച് പരിശോധിക്കാൻ തിങ്കളാഴ്ച ചേർന്ന PSC കമ്മീഷൻ തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് ക്രമക്കേടിൽ വലിയ ക്രമക്കേടാണ് കണ്ടെത്തിയത്. 100 മാർക്കിൻ്റെ പരീക്ഷയിൽ ആദ്യത്തെ പേപ്പറിൽ 58 മാർക്കും ഈ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയില്ല എന്ന് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ഈ സംസ്ഥാനത്ത് PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷകളായ ചീഫ് തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ മരവിപ്പിക്കുവാനും തുടർന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിന് അനുസൃതമായി നിയമനങ്ങൾ നടത്താനും തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ ക്രമക്കേടിൽ അട്ടിമറിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായി PSC ആഭ്യന്തര വിജിലൻസിനെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. വിജിലൻസ് SP അന്വേഷിക്കുമെന്നുള്ളതായിരുന്നു PSCയുടെ പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന SP കൃഷ്ണകുമാർ വിരമിക്കുകയും പകരം DYSP ആയിരുന്നു SP-യുടെ ചുമതലകൾ വഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു അന്വേഷണം വന്ന സാഹചര്യത്തിലാണ് കൊല്ലം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന സിനി എഫ് ഡെന്നീസിന് PSC SP ആയി ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. സിനി എഫ് ഡെന്നീസ് അല്പസമയത്തിനകം PSC ആസ്ഥാനത്തെത്തി SP-യുടെ ചുമതല ഏറ്റെടുക്കും. അദ്ദേഹത്തിന് PSC ചെയർമാൻ തന്നെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് കൈമാറുമെന്നാണ് അറിയുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എത്രമാത്രം ഈ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തോട് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ OJ ജനീഷ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രത്യേക നിവേദനം സർക്കാരിന് കൊടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യമെന്ന് പറയുന്നത് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ്. കാരണം ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന ക്രമക്കേട് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കാരണം ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുള്ളത് PSC ചെയർമാൻ അല്ലെങ്കിൽ കമ്മീഷൻ അംഗങ്ങളുടെ അറിവോടുകൂടി എന്നുള്ളതാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന യുവജന സംഘടനകളുടെ ഒരു അനുമാനമെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമ്പോൾ അതിന് പരിമിതികൾ ഏറെയുണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. കാരണം ഓരോ സെക്ഷനിലും ഓരോ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണമെങ്കിൽ അവിടെ PSC ചെയർമാൻ്റെ അനുമതി ആവശ്യമാണ്. കൂടാതെ ഇത്തരമൊരു ക്രമക്കേടിൽ PSC ചെയർമാനെ തന്നെ ചോദ്യം ചെയ്യുന്നതിനും ആഭ്യന്തര വിജിലൻസിന് പരിമിതിയുണ്ട്. കാരണം ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടപ്പാക്കിയത് PSC ചെയർമാൻ മെമ്പറായിരുന്ന കാലത്താണ്. സ്വാഭാവികമായി ഈ അഭിമുഖത്തിലടക്കം PSC ചെയർമാൻ ബോർഡ് അംഗമായിരുന്നു. സ്വാഭാവികമായി ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ PSC ചെയർമാന് ചോദ്യം ചെയ്യുന്നതിന് SP-ക്ക് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ ഏജൻസി വേണം, പ്രത്യേകിച്ച് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വേണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. എന്തായാലും PSC പ്രഖ്യാപിച്ച അന്വേഷണം അതുവഴിക്ക് പോട്ടെ എന്നുള്ള നിലപാടിലാണ് ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ഒരു ക്രമക്കേടിൽ അന്വേഷണ ഉത്തരവ് SP-ക്ക് കൈമാറും. അനിരു പറഞ്ഞതുപോലെ ഈ PSC ചെയർമാൻ തന്നെ സംശയനിഴലിലായിരിക്കുന്ന ഒരു കാര്യമാണിത്. അതിലാണിപ്പോൾ PSCയുടെ ആഭ്യന്തര അന്വേഷണം വരുന്നത്. അതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ അടക്കം കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ആശ്രയമാണ് PSC എന്നുള്ളത്. അതിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന കാര്യങ്ങളും വിവരങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിലൂടെയാണ് ഇത് ആദ്യം പുറത്തേക്ക് വരുന്നത്. ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത്ര വലിയ ക്രമക്കേട് അവിടെ നടക്കുന്നു എന്നുള്ളത്. അതും ഉയർന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയിലാണ് ഈ ക്രമക്കേട് നടക്കുകയും ചെയ്തത്. എവിടെയാണ് അനാസ്ഥ ഉണ്ടായത്? പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ എന്ന ചോദ്യമൊക്കെ ബാക്കിയായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ PSCയുടെ തന്നെ ആഭ്യന്തര വിജിലൻസ് ഈ ഒരു അന്വേഷണത്തിലേക്ക് മുതിരുന്നത്. അപ്പോൾ ആഭ്യന്തര വിജിലൻസിന് സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിൽ ഈ ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ പരിമിതികൾ ഉണ്ടാകില്ലേ അനിരു? തീർച്ചയായിട്ടും സ്വാതി, ഇക്കാര്യങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന PSC യോഗത്തിൽ തന്നെ കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞതാണ്. കാരണം PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ട്. വലിയ 70 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് PSCയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. PSC നടപ്പാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെതായ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണമെന്നുള്ളതായിരുന്നു ഒരു വിഭാഗം കമ്മീഷൻ അംഗങ്ങൾ കമ്മീഷനിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ചെയർമാൻ
അടക്കമുള്ളവർ നിലപാടെടുത്തത് അത്തരത്തിലൊരു അന്വേഷണം വേണ്ട, കാരണം ആദ്യം ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കട്ടെ, തുടർന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മതി ഈ ഒരു അന്വേഷണം പുറത്തേക്ക് കൊടുക്കാൻ എന്നുള്ളതാണ്. കാരണം PSCയുടെ അതീവമായ രഹസ്യങ്ങൾ പുറത്തേക്ക് അറിയുന്നത് അത്ര നല്ല രീതി ആയിരിക്കില്ല എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വിജിലൻസിലേക്ക് പോയത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ സർക്കാരിൻ്റെ അടക്കം യൂത്ത് കോൺഗ്രസ് അടക്കം ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത് ഈ സർക്കാരിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് PSCയിൽ ഇത്തരത്തിലൊരു വലിയ ക്രമക്കേട് പുറത്തു വരുന്നത്. അപ്പോൾ അത് സർക്കാരിൻ്റെ അഭിമാനമാണ്. PSCയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും ന്യൂസ് മലയാളം പുറത്തുവിട്ടതാണ്. AGയോട് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. മന്ത്രിസഭയിൽ കൂടി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് നമുക്ക് അടുത്തറിയുന്ന വൃത്തങ്ങൾ, മുഖ്യമന്ത്രിയുമായി അടുത്തുള്ള വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിസഭയിലെ അംഗമായ OJ ജനീഷ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. നിരവധി പരാതികളാണ് PSCയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം ലഭിച്ചിട്ടുള്ളത്. ശരി അനുരു, എന്തായാലും ന്യൂസ് മലയാളത്തിലൂടെയാണ് ഈ ക്രമക്കേട് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അതിലാണിപ്പോൾ PSC ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. അന്വേഷണം ആരംഭിക്കുകയാണ് ആഭ്യന്തര വിജിലൻസ് SP സിനി എഫ് ഡെന്നീസിനാണ് അന്വേഷണ ചുമതലയുള്ളത്. PSC ആഭ്യന്തര വിജിലൻസ് SP ആയ ഡെന്നീസ് ഇന്ന് ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. എന്തായാലും ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെടലുകൾ പലതരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു സമയത്ത് തെളിയുകയും ചെയ്യുന്നത്. ആ വിവരങ്ങളാണ് അനുരു നൽകിയത്.